കേരളത്തിലെ ദേശീയ പാർക്കായ ഇരവികുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല. ഉത്തരം കോട്ടയം. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനങ്ങളിൽ ഏറ്റവും ചെറുത് ഏത്? പാമ്പാടുംചോല. മംഗളവനം പക്ഷിസങ്കേതം ഏത് നഗരത്തിലാണ്? എറണാകുളം. മൂന്നാറിലെ രാജമല ഏത് ജീവിയുടെ സംരക്ഷണ കേന്ദ്രമാണ്? ഉത്തരം വരയാട്. ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടൽ ഗവേഷണ കേന്ദ്രം ആയിരംതെങ്ങ്. നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം? ഉത്തരം ചിന്നാർ. കേരളത്തിലെ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം? പേപ്പാറ. പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഉത്തരം തിരുവനന്തപുരം. കല്ലേൽപോക്കുടൻ്റെ ആത്മകഥ? ഉത്തരം കണ്ടൽക്കാടുകളിലൂടെ എൻ്റെ ജീവിതം. മുത്തങ്ങ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല? ഉത്തരം വയനാട്. കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം? ചൂലന്നൂർ. പെരിയാർ ടൈഗർ റിസർവിൻ്റെ വിസ്തീർണ്ണം? ഉത്തരം 925 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം? ഉത്തരം കോട്ടൂർ. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൻ്റെ സംരക്ഷിക്കപ്പെടുന്നത്? ഉത്തരം ആന. രാജ്യാന്തര പ്രശസ്തി കൈവരിച്ച ഇന്ത്യയിലെ ആമ പുനരധിവാസ കേന്ദ്രം? ചിന്നാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ വനവിസ്തൃതി കൂടുതലുള്ള ജില്ല? ഉത്തരം ഇടുക്കി. കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക്? ഇരവികുളം. കേരളത്തിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് എവിടെ? ഉത്തരം അഗസ്ത്യാർകൂടം. വരയാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ദേശീയോദ്യാനം എവിടെ? ഉത്തരം ഇരവികുളം. പക്ഷി നിരീക്ഷകനായ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം എവിടെ? തട്ടേക്കാട്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം എവിടെ? ഉത്തരം തട്ടേക്കാട്. ബ്രിട്ടീഷ് മലബാർ ജില്ലാ കളക്ടർ ആയിരുന്ന വി.എച്ച്. കനോലിയുടെ പേരിൽ തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം നിലമ്പൂർ. ചിന്നാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? ഉത്തരം ഇടുക്കി. കേരളത്തിൽ ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം? ഉത്തരം ചിന്നാർ.